കുറച്ചായിട്ട് ആരവിനെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞ അവൻ പോയത്. അവനെ എവിടെ അന്വേഷിക്കാനാ? അന്വേഷിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല. ആരെങ്കിലും ഇങ്ങനെ തിരിച്ചറിയോന്ന് പേടിച്ച് പാവ എവിടെയെങ്കിലും പോയി ഒളിച്ചു കാണും. ഇവിടെ എവിടെയോ അടുത്ത് അവന് താമസിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ. അത് നമുക്ക് കാണിച്ചൊന്നുമില്ല. അതെന്താ? അവന് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവൻ നമ്മളെ കൊണ്ടുപോകാത്തത്. നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ദേ, ഇത് നോക്കിയേ. ആഹാ, പിന്നെ രാത്രിയായപ്പോ പൂളില് വെള്ളം കൂടുതലാണോ? ആ, വെള്ളം കൂടിയിട്ടുണ്ട്. അതെ, നമുക്കിതിൽ ഇറങ്ങി കുളിച്ചാലോ? അതെ, രാത്രിയിലെ സ്വിമ്മിംഗ് പൂളിലെ കുളി അത് വല്ലാത്തൊരു ഫീലാ. ഈ തണുപ്പത്താണോ രാത്രിയിൽ കുളിക്കാൻ പോകുന്നത്? ഇന്ന് മുഴുവൻ നിങ്ങൾ ഇതിൽ നീന്തി കുളിക്കായിരുന്നില്ലേ? ഇവള് നമ്മളെ തടയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ കുളിക്കാൻ ഇവളെ കൊണ്ട് പറ്റില്ല. അനു, നിനക്ക് ഇനിയെങ്കിലും നീന്തൽ പഠിച്ചൂടെ? എനിക്കത് മാത്രം പറ്റില്ല. വെള്ളം കാണുന്നത് എനിക്ക് പേടിയാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞങ്ങൾ നിന്നെ നീന്തൽ പഠിപ്പിക്കാം. അയ്യോ വേണ്ടായേ. പേടിക്കാനൊന്നും ഇല്ല അനു. ദേ, വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ നിന്റെ പേടി മാറണ്ടേ? അതെ, ആ പേടി അങ്ങനെ തന്നെ നിന്നോട്ടെ. നിങ്ങൾ വേണമെങ്കിൽ കുളിച്ചോ, ഞാനില്ല. ഈ സമയത്ത് ഇനി കുളിക്കണ്ട. ഇന്ന് കുളിച്ചോണ്ട് മേഘ ഇനി 2 ദിവസം കഴിഞ്ഞേ കുളിക്കും. താങ്ക്സ്. എടി, 2 ദിവസം കൂടുമ്പോ കുളിക്കുന്ന സ്വഭാവം നിനക്കാ. മാനത്തെ മഴ കണ്ട കുളികത്ത് നീയാണ് എന്റെ കുളിയെ വെച്ച് കുറ്റം പറയുന്നത്. ഷൈനി ഒരു തമാശ പറഞ്ഞതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ മേഘേ. ഫുഡ് കഴിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഇപ്പൊ കുളിക്കണ്ടെന്ന് പറഞ്ഞേ. ലേറ്റ് ആവും. ഫുഡ് കഴിക്കാൻ പോവാം, ആരും കൂടി വരട്ടെ. ആ, അവനും കൂടി വന്നിട്ട് പോവാം, അതാ നല്ലത്. ഇവനിത് എവിടെ പോയി കിടക്ക? എത്ര നേരം ഇവനെ കാത്തിരിക്കുക? അവൻ വരട്ടെ. കുറച്ചേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അവർക്കൊപ്പം അവൾ സന്തോഷിക്കുന്നു, നമുക്കൊപ്പം അവൾക്കതിന് കഴിയുന്നില്ല. ഫ്രണ്ട്സ് എന്റെ മോളുടെ മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു. ഊർമിളെ, ഞാൻ നിന്നോട് പലപ്പോഴും പറയാറുണ്ട്, അനുവും ഫ്രണ്ട്സും നമ്മുടെ പ്രായമല്ല. ഇതൊക്കെ പ്രായത്തിന്റെ ചാബല്യങ്ങളാ. നീ ഇതിനെ അങ്ങനെ കണ്ടാ മതി. എന്നാലും അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ. ആ സത്യം എന്താ അവള് മനസ്സിലാക്കാത്തെ? എന്നോടും നന്ദനോടും അവള് വൈരാഗ്യ ബുദ്ധിയോടെയാ പെരുമാറുന്നത്. എനിക്കത് സഹിക്കാനാവുന്നില്ല നന്ദ. അനുവിന്റെ ഈ സ്വഭാവം രീതികളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നീ സമാധാനപ്പെടും. നീ ചെന്ന് അനുവിനെ വിളിക്ക്, നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അവിടെ ഇരുന്ന് കുറച്ചു നേരം അവളായിട്ട് സംസാരിക്കാം. ഞാൻ ചെന്ന് വിളിച്ചാ അവള് ഫ്രണ്ട്സിനെ വിട്ടിട്ട് വരുമെന്ന് നന്ദന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു തോന്നലുണ്ടാകരുത്. താൻ വിളിച്ചാൽ അനു വരുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടാവണം. താനും അവളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്താലേ അനുവിന്റെ മൈൻഡിന് ചേഞ്ച് ഉണ്ടാവും. താൻ അവളെ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഞാൻ മുൻകൈ എടുക്കാം. ഞാൻ പോയി വിളിക്കില്ല. അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണം കടാൻ എനിക്ക് വയ്യ നന്ദ. നന്ദൻ ചെന്ന് വിളിക്ക്. ഞാൻ ചെന്ന് വിളിക്കുന്നതിനേക്കാൾ നീ ചെന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതല്ലേ നല്ലത്. ആ പിള്ളേര് കൂടെയുള്ളപ്പോ അവളെ ചെന്ന് വിളിച്ച അവള് വരില്ല നന്ദ. എന്ന് കരുതി താൻ ചെന്ന് അവളെ വിളിക്കാതിരിക്കരുത്. നിങ്ങൾക്കിടയിൽ മഞ്ഞുരുകണ്ടേ? താൻ ചെന്ന് വിളിച്ചു നോക്ക്. ഡിന്നർ കഴിക്കാനല്ലേ അവൾ വന്നേക്കും. ഞാൻ വിളിച്ചു നോക്കാം, വരുമെന്ന് ഉറപ്പില്ല. ആ, പിന്നൊരു കാര്യം. എന്താ നന്ദ? താൻ അനുവിനോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനെ ഒഴിവാക്കണം. അവരടുത്ത് നിന്നല്ലേ പ്രശ്നം. താൻ ചെല്ല്. അനനെ തനിച്ച് കിട്ടുമോ സാർ? അതിനാണ് ഊർമിളയെ ഞാൻ പറഞ്ഞയച്ചത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കണം. അവളെ അവിടെ തനിച്ചിട്ടിയാൽ മതി സാർ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അവള് തനിച്ചാവും. നീ തയ്യാറായി നിന്നോ? അവള് തീരുന്ന കാഴ്ച എനിക്കിവിടെ നിന്ന് കൺകുളിർക്കെ കാണണം. ആ കാഴ്ച സാറിന് കാണാൻ പറ്റും. അനു, ഇന്നത്തെ രാത്രിയോടെ നീ അവസാനിക്കാൻ പോകുന്നു.
ഈ കെണിയിൽ നിന്ന് നീ രക്ഷപ്പെടില്ല മോളെ. അതെ, ആരെയും നോക്കിട്ട് ഇനി കാര്യമില്ല. നമുക്ക് വല്ലതും കഴിക്കാം. എന്റെ ബിസ്ക്കറ്റ് ഒക്കെ തീർന്നു, എനിക്ക് വിശക്കുന്നു. വിശപ്പിന്റെ വിളി തുടങ്ങിയേ, ഇനി രക്ഷയില്ല. ബാപ്പോ എല്ലാരും വാ, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം. നടക്കാം അങ്ങോട്ട്. അനു, നീ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാ. നിന്റെ ഫ്രണ്ട്സ് പോയി കഴിക്കട്ടെ. നമുക്കിന്ന് ഡിന്നർ ഒരുമിച്ചാകാം. നന്ദൻ അവിടെ വെയിറ്റ് ചെയ്യാ, നീ വാ. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പോയി കഴിച്ചോ. എനിക്ക് ഇവളോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്ലീസ്. അനു, നീ അമ്മയായിട്ട് സംസാരിക്കും. ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് പോവാ. നിക്ക്, ഞാനും വരുന്നു. നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നുള്ളൂ. വാ. നീ ഇവിടെ നിക്ക്. ഡിന്നർ നീ നിന്റെ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്തോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. അനു, നീ അമ്മയോട് സംസാരിക്കേ. നീ വന്നിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നുള്ളൂ. വാ. ബാപ്പോ ഞങ്ങൾ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാം. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറയണം. നിനക്ക് എന്നെ കേൾക്കാനുള്ള താല്പര്യവും ഇല്ലേ? അമ്മ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കാൻ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അന്ന് എനിക്കും ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ടായിരുന്നു. അന്നൊന്നും അമ്മയ്ക്ക് എന്നെ കേൾക്കാൻ സമയമുണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം ഞാൻ കാത്തു നിന്നു. എപ്പോഴെങ്കിലും അമ്മ എനിക്ക് പറയാനുള്ളത് കേൾക്കുമെന്ന് കരുതിയുള്ള കാത്തുനിൽപ്പ്. നിന്റെ പരാതി ഞാൻ മാറ്റി തന്നേക്കാം. നീ എന്റെ കൂടെ വാ. എങ്ങോട്ടാ? അങ്കിളിന്റെ അടുത്തേക്കല്ലേ? എനിക്ക് തീരെ താല്പര്യമില്ല. അതിനുവേണ്ടി അമ്മ ശ്രമിക്കണ്ട, ഞാൻ വരില്ല. എന്നെയും നന്ദനെയും മാറ്റി നിർത്തിയിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? അമ്മയുടെ അങ്കിളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയുന്ന എന്നോട് ഈ ചോദ്യമൊന്നും വേണ്ടമ്മേ. ഞാൻ ടെൻഷനാവില്ല. നിങ്ങളും അങ്കിളും സ്നേഹിക്കുന്നത് എന്നെയല്ല, എന്റെ അച്ഛന്റെ സ്വത്തുക്കളല്ലേ. അനു, നീ എന്താ ഈ പറയുന്നേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതിലെ തെറ്റുണ്ടെന്ന് അമ്മയ്ക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? ദേ, എന്നെ അവഗണിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാനാവില്ല. നന്ദനെ അംഗീകരിക്കാതെ നിനക്ക് മുന്നോട്ട് പോകാനും ആവില്ല. ഓർത്തോ, ചില കാര്യങ്ങൾ നീ ചെയ്തേ പറ്റൂ. നാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ അതിവിടെ വെച്ച് ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യുമെന്ന് അമ്മ പ്രതീക്ഷിക്കണ്ട. അത് സ്വപ്നം കാണണ്ടെന്ന് അങ്കിളിനോട് പറഞ്ഞേക്ക്.